ദൈവകൃപ പ്രവർത്തിക്കുന്നത് ആന്തരികമാണ്. അതുകൊണ്ടാണ് കൃപയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയണത്? കർത്താവിൻ്റെ കൃപ. പറഞ്ഞേ, കർത്താവിന്റെ കൃപ അവന്റെ ആത്മാവിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവന്റെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പൊ തലയുടെ കൂടെ ഉണ്ടാകുകയല്ല. കൃപ തലയിലല്ല ഇരിക്കണത്, തലയുടെ മുകളിലും അല്ല ഇരിക്കുന്നത്. ഗലാത്യ 6:18 സഹോദരരെ, പറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കൃപ ആത്മാവിൽ അഭിഷിക്തമാകുന്ന കൃപയുടെ സൂചനയായിട്ടാണ് നമ്മൾ ശിരസ്സിലെ അഭിഷേകം മേടിക്കണത്. അപ്പോൾ ശിരസ്സിൽ അഭിഷേകം ചെയ്തില്ലെങ്കിലും അനുദിന ജീവിതത്തിൽ സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിത പ്രതിസന്ധി അതിജീവിക്കാൻ ആവശ്യമായ ആന്തരികമായ കൃപ അവർക്ക്